കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും DA/DR വർദ്ധിപ്പിച്ച ഉത്തരവായി 2% വർധന മെയ് മാസം വിതരണം ചെയ്യുന്ന ശമ്പളത്തിൽ ലഭ്യമാക്കാനാണ് തീരുമാനം. എന്നാൽ 39 മാസത്തെ DA/DR കുടിശ്ശിക എന്ന് നൽകുമെന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. ഈ 39 മാസത്തെ കുടിശ്ശിക കവർന്നെടുത്ത് അത്യന്തം പ്രതിഷേധാർഹമാണെന്നാണ് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഇപ്പോൾ ആരോപിക്കുന്നതും. ശാലിനി കൂടുതൽ വിവരങ്ങളുമായി ചേർന്നു. ശാലിനി, 39 മാസത്തെ കുടിശ്ശിക ബാക്കി നിൽക്കെയാണ് ഈ DA/DR വർധനവ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്തായാലും 2% വർധനവ് മെയ് മാസത്തെ ശമ്പളം മുതൽ നൽകുമെന്ന് പറയുന്നു. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലാണ് സംസ്ഥാനം. നമുക്കറിയാം, ക്ഷേമ പെൻഷൻ വിതരണം പോലും നല്ല രീതിയിൽ നൽകാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. വിവിധ വകുപ്പുകളും ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ അനന്തരഫലങ്ങൾ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ ഇപ്രകാരം ഒരു പ്രഖ്യാപനം പെട്ടെന്നുണ്ടാകുന്നു. കുടിശ്ശികയുടെ കാര്യത്തിൽ മൗനം തുടരുന്നു. അത് തന്നെയാണ്. ഒരു ഭാഗത്ത് ആശ്വാസം, ഒരു ഭാഗത്ത് ആശങ്ക. ഇതാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ ജീവനക്കാരുടെ അവസ്ഥ എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടത്. അതായത് ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാണ് അവരുടെ ശമ്പളം ഉൾപ്പെടെ വിതരണം ചെയ്യുന്നത് മുടങ്ങുന്ന സാഹചര്യത്തിലേക്ക് ഈ മാർച്ച് മാസത്തെ ശമ്പളം നൽകൽ എത്തിയത്. അതിന് സമാനമായ സാഹചര്യത്തിലൂടെയാണ് വീണ്ടും സർക്കാർ ജീവനക്കാരും ഫുൾ ടൈം, പാർട്ട് ടൈം, കണ്ടീജന്റ് ജീവനക്കാർ, അധ്യാപകർ ഉൾപ്പെടെയുള്ളവർ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. 7% നിന്ന് 2% വർദ്ധിപ്പിച്ച് 9% സർക്കാർ ജീവനക്കാരുടെ ക്ഷാമബത്ത, ഒപ്പം തന്നെ പെൻഷൻകാരുടെ സമാശ്വാസമായിട്ടുള്ള പെൻഷൻകാരുടെ ക്ഷാമാശ്വാസം, ഇത് രണ്ടും DR ഉൾപ്പെടെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. പക്ഷേ അതേസമയം തന്നെ ആശങ്കയായി നിൽക്കുന്നത് മെയ് മാസത്തോടു കൂടി ഇത് നിലവിൽ വരും. മെയ് മാസത്തെ ശമ്പളത്തോടൊപ്പം തന്നെ ഈ DA/DR നൽകി തുടങ്ങും എന്നുള്ളതാണ്. പക്ഷെ അപ്പോഴും ഒരു ആശങ്ക നിൽക്കുന്നത് 39 മാസത്തെ ഈ ഒരു DA/DR ഉൾപ്പെടെയുള്ളവ എന്ന് നൽകുമെന്നുള്ള കാര്യം ഈ ഒരു ഉത്തരവിൽ പറയുന്നില്ല എന്നുള്ളതാണ് ധനവകുപ്പിന്റെ ഭാഗത്ത് നിന്നുള്ള ഏറ്റവും വീഴ്ചയായി സർക്കാർ ജീവനക്കാർ കാണുന്നത്. ഇതിനകം തന്നെ വലിയ രീതിയിലുള്ള വിമർശനവുമായി സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ ഈ ഒരു വിഷയത്തിൽ രംഗത്തെത്തിയൊരു സാഹചര്യം കൂടിയുണ്ട്. അതിൽ പറയുന്നത് 2020 ജൂലൈയിലെ ക്ഷാമബത്തയാണ് സർക്കാർ ഏറ്റവും ഒടുവിലായി നൽകിയിട്ടുള്ളത്. 2021 ജനുവരി 1-ന് 2% DA നൽകേണ്ടതുമാണ്. പക്ഷേ അപ്പോഴും അത് നൽകിയിട്ടില്ല. ഈ ഗഡുവാണ് ബജറ്റിൽ പ്രഖ്യാപിച്ചത്. പക്ഷേ ജീവനക്കാർ വിശ്വസിച്ചതും ഈ അധികമുള്ള 2% എന്നൊക്കെയായിരുന്നു. പക്ഷേ ഇതടക്കമുള്ള 39 മാസത്തെ ക്ഷാമബത്ത എപ്പോൾ കിട്ടുമെന്നുള്ളൊരു ആശയക്കുഴപ്പം, ആശങ്ക അത് ജീവനക്കാർക്കിടയിൽ വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഉത്തരവിലടക്കം ഇതിൽ ഒരു രീതിയിലുള്ള വ്യക്തതയും ഇല്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതേസമയം തന്നെയാണ് ഈ IAS IPS ഉദ്യോഗസ്ഥരുടെ ക്ഷാമബത്ത 4% കൂട്ടിയിട്ടുമുണ്ട്. DA 4% കൂട്ടിയുള്ള ഔദ്യോഗിക ഉത്തരവും ഇന്നലെ വരികയും ചെയ്തിട്ടുണ്ട്. അതിൽ പക്ഷേ കൃത്യമായി എന്നു മുതൽ ഇത് നൽകും, എന്നു മുതൽ എത്ര മാസത്തെ നൽകും എന്നുള്ളത് ആ ഉത്തരവിൽ കൃത്യമായി തന്നെ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് സർക്കാർ ജീവനക്കാരെ, പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് കാലമാണ്, ചേർത്ത് നിർത്തേണ്ടവരാണ്. അവിടെയാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ചകളും ഗുരുതരമായിട്ടുള്ള ചട്ടലംഘനങ്ങളും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ധനവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ IAS IPS ഉദ്യോഗസ്ഥരുടെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ ക്ഷാമബത്ത 4% അവർക്ക് വർദ്ധിപ്പിച്ചത്. 42% എന്നത് 46% അവരുടെ DA വർദ്ധിക്കുകയും ചെയ്യും. 2023 ജൂലൈ മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് വർധനവെന്ന് കൃത്യമായി തന്നെ ഈ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒപ്പം തന്നെ കുടിശ്ശിക പണമായി നൽകുമെന്നും ആ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഇതോടെ 10 മാസത്തെ DA കുടിശ്ശിക ഒരുമിച്ചാണ് IAS IPS ഉദ്യോഗസ്ഥരുടെ കയ്യിലേക്ക് എത്താൻ പോകുന്നത്. അപ്പോഴാണ് ഈ 39 മാസത്തെ DA എപ്പോൾ ലഭിക്കും, ഏത് തരത്തിൽ ലഭിക്കും, എന്നു മുതൽ ലഭിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു ഉത്തരമില്ലാതെ സർക്കാർ ജീവനക്കാർ നിൽക്കുന്നത്. ക്ഷാമബത്ത കുടിശ്ശിക വലിയ രീതിയിൽ വിവാദമായിരുന്നതാണ്. സംസ്ഥാന സർക്കാരിനെതിരായി വലിയ രീതിയിലുള്ള പ്രക്ഷോഭം ഒരു സമയത്ത് സർക്കാർ ജീവനക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത് നമ്മൾ മറന്നിട്ടില്ല. സെക്രട്ടേറിയറ്റിന് മുമ്പിൽ വരെ പ്രതിഷേധ സമര പരിപാടികൾ നീളുന്ന ഒരു കാഴ്ച കൂടി ഉണ്ടായിരുന്നു. അതിനുശേഷം ഈ സംസ്ഥാന ബജറ്റിൽ ഇത്തവണ ധനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നത് DA കുടിശ്ശികയുടെ ഒരു ഗഡു ഏപ്രിലിൽ കൊടുക്കുമെന്നാണ്. അതിനെക്കുറിച്ച് ഇതുവരെ മറ്റൊരു രീതിയിലുള്ള അപ്ഡേഷൻസും ഇല്ല. പക്ഷേ അതിനെക്കുറിച്ച് മൗനം തുടരുകയാണ്. എന്നാൽ മെയ് മാസം മുതൽ വർധനവുണ്ടാകുമെന്ന് പെട്ടെന്നൊരു പ്രഖ്യാപനം. അപ്രകാരം തന്നെയല്ലേ?
അനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2023 ഡിസംബർ മാസത്തിലാണ് അത്തരത്തിലൊരു സമരം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് എന്നുള്ളതാണ്. അതിൽ ധനമന്ത്രി KN ബാലഗോപാലന്റെ ഭാര്യ ഉൾപ്പെടെ ഉള്ളവർ ആ ഒരു പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി സർക്കാരിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ധനവകുപ്പിനെതിരെ രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ദൃശ്യങ്ങളടക്കം അന്ന് ജനം TV ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പുറത്തുവിട്ടതുമാണ്. സെക്രട്ടേറിയറ്റ് പടിക്കൽ ഒരു ദിവസം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ സമരവും ഒക്കെ തന്നെ. പക്ഷേ അതിനുശേഷവും സർക്കാർ തുടരുന്ന നടപടി പ്രതിഷേധാർഹമാണ് എന്നുള്ളതാണ് സർക്കാർ ജീവനക്കാർ തന്നെ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കാരണം ശമ്പളം ഒരു ഭാഗത്ത് മുടങ്ങുന്നു. അടുത്ത മാസം, അതായത് ഏപ്രിൽ മാസത്തെ ശമ്പളം എന്ന് കിട്ടുമെന്ന് പോലും ഉറപ്പില്ലാതെ മുന്നോട്ട് പോകുന്ന ജീവനക്കാർ. അതിനിടയിലാണ് DA ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് അല്ലെങ്കിൽ വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള വർധന. പക്ഷെ ആ വർധനവ് പോലും എന്ന് കിട്ടും, അല്ലെങ്കിൽ നിലവിൽ കിടക്കുന്ന 39 മാസത്തെ കുടിശ്ശിക എന്ന് ലഭിക്കുമെന്ന് പോലും ഉത്തരമില്ലാതെ ഒരു ഉത്തരവ് സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2021 ഒന്നാം മാസം, അതായത് ജനുവരി 1-നാണ് നീണ്ട ഇടവേളയ്ക്ക് ശേഷം 2% ഒരു വർധന ഉണ്ടാകുന്നത്. അതിനുശേഷം ഇങ്ങോട്ട് 21, 22, 23, 24 വർഷങ്ങളിലൊക്കെ തന്നെ 2, 4, 3% ഒക്കെ തന്നെ DA വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് ഇത്തരത്തിൽ 2% ഈ വർഷം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഔദ്യോഗിക ഉത്തരവ് സർക്കാർ തലത്തിൽ നിന്ന്, ധനവകുപ്പിൽ നിന്ന് പുറത്തു വരുന്നത്. പക്ഷേ ഈ 39 മാസം എന്നുള്ളത് 3 വർഷ കാലാവധിയിലുള്ള DA കുടിശ്ശിക എന്ന് നൽകുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു ഉറപ്പ് നൽകാൻ സർക്കാരിന് കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും ദുരിതം അനുഭവിക്കുന്നത് സർക്കാർ ജീവനക്കാർക്കൊപ്പം തന്നെ അധ്യാപകർ, ഫുൾ ടൈം, പാർട്ട് ടൈം, കണ്ടീജന്റ് ജീവനക്കാര്, തദ്ദേശ സ്ഥാപനങ്ങളിലെയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും ജീവനക്കാർ, ഒപ്പം തന്നെ ഈ സർവീസ് പെൻഷൻകാര്, കുടുംബ പെൻഷൻകാര്, എക്സ്ഗ്രേഷ്യ പെൻഷൻകാര് തുടങ്ങിയവർക്കെല്ലാം ഈ വർധന ബാധകമാണ്. പക്ഷേ അപ്പോഴും ആശയക്കുഴപ്പമായി നിൽക്കുന്നത് ഈ 39 മാസത്തെ പെൻഷൻ, ക്ഷമിക്കണം, DA ഉൾപ്പെടെ എപ്പോൾ കിട്ടുമെന്നുള്ളൊരു ഉത്തരം അത് ധനമന്ത്രി തന്നെ പറയേണ്ടതാണ്. ധനമന്ത്രിക്കും ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. സംസ്ഥാനത്ത് ക്ഷേമ പെൻഷനുകൾ നൽകാൻ പണമില്ല. ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ 7 മാസത്തെ പെൻഡിംഗ് കിടക്കുമ്പോൾ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വെള്ളിയാഴ്ച മുതൽ നൽകി തുടങ്ങാൻ പോവുകയാണ്. പക്ഷേ അപ്പോഴും ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നത് സർക്കാർ ജീവനക്കാർ എന്ത് ചെയ്യണം, അല്ലെങ്കിൽ സർക്കാരിനെ വിശ്വസിക്കുന്ന സർക്കാർ ജീവനക്കാർ തന്നെ എന്ത് ചെയ്യണം എന്നൊരു കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ അവരുടെ ശമ്പളം മുടങ്ങിയതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം സർക്കാർ ജീവനക്കാർ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഗഡുക്കളായി പണം എത്തുക, ഗഡുക്കളായി നൽകുക എന്നതടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ നടത്തിയിരുന്നു. എന്തായാലും ഈ ഘട്ടത്തിലും ഒരു പ്രതിഷേധ സമരം ഉണ്ടാകാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. ആക്ഷൻ കൗൺസിലിന്റെ പ്രതികരണവും അത്തരത്തിൽ തന്നെയാണ്. വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ ഉന്നയിച്ചുകൊണ്ട് അവർ രംഗത്തെത്തി കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും വരും മണിക്കൂറിലറിയാം ഏത് തരത്തിലുള്ള നടപടികളിലേക്ക് ധനവകുപ്പ് കടക്കും, ഒപ്പം തന്നെ ഏത് തരത്തിലുള്ള പ്രതിഷേധത്തിലേക്ക് സർക്കാർ ജീവനക്കാർ കടക്കും എന്നുള്ളത്. ആരും ശാലിനി, ഈ സംസ്ഥാന ബജറ്റ് നമ്മൾ ഒരിക്കൽ കൂടി ഓർത്തെടുക്കുകയാണെങ്കിൽ 2 തവണയുള്ള ഗഡുക്കളെങ്കിലും നൽകുമെന്നുള്ള പ്രഖ്യാപനം ബജറ്റിൽ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു നമ്മളെല്ലാവരും, സർക്കാർ ജീവനക്കാർ വിശേഷാൽ. പക്ഷേ അവിടെയാണ് ഒരു ഗഡു മാത്രം ഈ ഏപ്രിലിൽ നൽകും എന്ന ധനമന്ത്രി KN ബാലഗോപാൽ ഉറപ്പ് നൽകുന്നത്. ഈ ഏപ്രിൽ എന്ന് വെച്ചാൽ അടുത്ത മാസം ഇനി എത്തിക്കഴിഞ്ഞു. ഈ അല്പം ആശ്വാസത്തിലായിരുന്നു അന്ന് സർക്കാർ ജീവനക്കാർ. ഒടുവിലാണ് ഈ മാസത്തെ ഓരോ മാസവും ഇനി ശമ്പളം തന്നെ ലഭിക്കുമോ എന്നുള്ള ഒരു ആശങ്കയിലേക്ക് അവർ കൂപ്പുകുത്തുന്നത്. 25% DA ലഭിക്കേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. അതിൽ 7% മാത്രമാണ് സർക്കാർ ജീവനക്കാർക്ക് ലഭിക്കുന്നത്. 18% കുടിശ്ശിക. ഈ 18% കുടിശ്ശികയുടെ കാര്യത്തിൽ ഒരു വ്യക്തതയും ഇല്ലാതെയാണ് ഇപ്രകാരം വീണ്ടും ഒരു DA വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവ്. ഇത് എപ്രകാരമാണ് പ്രായോഗികമാകുന്നത് എന്നതിനും വ്യക്തതയില്ല. അതുതന്നെയാണ് പ്രഖ്യാപനമുണ്ട്. പക്ഷെ ആ പ്രഖ്യാപനം എന്ന് യാഥാർത്ഥ്യമാകുമെന്ന കാര്യത്തിൽ സർക്കാരിന് വ്യക്തത നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായിട്ടുള്ള കാര്യം. പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ സർക്കാർ ജീവനക്കാർ വലിയ രീതിയിലുള്ള വിമർശനം സംസ്ഥാന സർക്കാരിനെതിരെ നടത്തി. അതിൽ ഒന്നാമത്തെ കാര്യം, ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നടക്കം പണം വകമാറ്റുന്നു, നിർമ്മാണ പ്രവർത്തനങ്ങൾ പാതിവഴിയിൽ മുടങ്ങിക്കിടക്കുന്നു, അടിയന്തരമായി നടത്തേണ്ട പദ്ധതികൾ പാതിവഴിയിൽ നടക്കുന്നു. അപ്പോഴൊക്കെ തന്നെ മറുഭാഗത്ത് സർക്കാരിന്റെ ആർഭാടവും ദൂർത്തും തുടരുകയാണ്. കേരളീയ പരിപാടി, നവകേരള സദസ്സ്, തൊട്ടു പിന്നാലെ ഇപ്പോൾ മുഖാമുഖം എന്ന പേരിൽ മുഖ്യമന്ത്രി നേരിട്ട് നടത്തുന്ന സംവാദ പരിപാടി. ഇതിനൊക്കെ ചിലവഴിക്കാൻ, ഇതിന്റെ പബ്ലിസിറ്റിക്ക് പണമുണ്ട്. പക്ഷേ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം നൽകാൻ പണമില്ല. ഒപ്പം ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഔദ്യോഗികമായി ഉത്തരവിറക്കിയിട്ടുള്ള ഈ ഒരു DA വർധനവ്, ആ DA വർധനവ് ഏത് തരത്തിൽ നടപ്പിലാക്കും, എന്നു മുതൽ ഇത് കൃത്യമായി നൽകും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത നൽകാൻ കഴിയാത്തത് ഒരുപക്ഷേ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം വെച്ചുകൊണ്ടുള്ള കൃത്യമായ നടപടികൾ തന്നെയാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്നുള്ളതാണ്. എന്തായാലും വിമർശനം ഒരു ഭാഗത്ത് ഉയരുന്നു, ഒപ്പം തന്നെ പ്രതിഷേധവും മറുഭാഗത്ത് ഉയരുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ വലിയ
രീതിയിലുള്ള പ്രതിഷേധങ്ങളിലേക്ക് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ ഉൾപ്പെടെ നീങ്ങാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് അവർ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധം നടത്തിയപ്പോൾ ചൂണ്ടിക്കാട്ടിയ കാര്യങ്ങളുണ്ട്. കാരണം മാർച്ച് മാസത്തെ ശമ്പളം ഇത്തരത്തിൽ ഗഡുക്കളായി നൽകിയതുപോലെ ഏപ്രിൽ മെയ് മാസങ്ങളിൽ ശമ്പളം കൈകളിലേക്ക് എത്തുമോ എന്നുള്ളൊരു ആശങ്ക അവർ പ്രകടിപ്പിച്ചു. സമാനമായി തന്നെയാണ് ഈ 39 മാസത്തെ DA കുടിശ്ശിക അത് എന്ന് നൽകുമെന്നുള്ളതിൽ വ്യക്തതയില്ല. പൂർണ്ണമായും അത് സർക്കാർ എഴുതി തള്ളുകയാണോ അതോ ഗഡുക്കളായി ആളുകളുടെ കൈകളിലേക്ക് സർക്കാർ ജീവനക്കാരുടെ കൈകളിലേക്ക് എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും വിമർശനം സർക്കാരിനെതിരെ അതിരൂക്ഷമാകുന്നു. ഒരു ഭാഗത്ത് മറുഭാഗത്ത് ഇത്തരത്തിൽ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഇതിനെയും മറികടക്കാനുള്ള ഒരു ശ്രമമായിരിക്കും സർക്കാർ തലത്തിൽ നിന്നും CPM ഉന്നത നേതാക്കന്മാരും നടത്താൻ പോകുന്നത്. തീർച്ചയായും എസ് ശാലിനിയാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത്. എന്തായാലും